നൃപൻ വലിയ പ്രതിഷേധമാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വി സിക്കെതിരെ ഉണ്ടായത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് വി സി അവിടെ നിന്ന് മാറ്റാൻ തന്നെ ആയത്. ഇപ്പോൾ ഇതാ SFIയുടെ മാർച്ചും അവിടെ നടക്കുന്നു. തീർത്തും ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് എന്നത് കൂടിയുണ്ട്. വി സിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായോ നൃപൻ? തീർച്ചയായും അസുത, വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് അവിടെ നിൽക്കുന്നു. നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷവും വൈസ് ചാൻസലർ അശോക് വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തിരിഞ്ഞു നിന്നു. ആ പ്രതിഷേധത്തെ കേട്ട് കുറച്ചു നേരം നിന്നു. അപ്പോഴേക്കാണ് മുദ്രാവാക്യം കൂടി ശക്തമായത്. അതിനുശേഷം വാഹനത്തിലേക്ക് കയറാൻ ആദ്യഘട്ടത്തിൽ വി സി കൂട്ടാക്കിയില്ല. അവിടെ വാഹനത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഡോർ തുറന്ന് കൊടുത്തിട്ടും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വി സി വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇത് വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ശക്തമായ മുദ്രാവാക്യം വിളികളുമായി വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെടുത്തത്. തുടർന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. നേരത്തെ അസിത പറഞ്ഞതുപോലെ, പ്രേക്ഷകർ കണ്ടതുപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി പ്രകടനമായി SFI സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോവുകയാണ് എന്നതാണ് നമുക്ക് തോന്നുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ തർമാനൂരും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഉണ്ടായത്. അസിത, തീർച്ചയായും നൃപൻ പറഞ്ഞതുപോലെ അതിശക്തമായ പ്രതിഷേധമാണ് കാർഷിക സർവകലാശാല വി സി ബി അശോകിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത്. കാർഷിക സർവകലാശാലയിലെ ഫീസ് അത് ഒറ്റയടിക്ക് 3 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. വിദ്യാർത്ഥികളെ കേൾക്കാതെ, ആരെയും കേൾക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു അത്. അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രതിഷേധം നടന്നിരുന്നത്. അതിന് തുടർച്ചയായും ബി അശോക് വൈസ് ചാൻസലർ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് വി സിയെ പുറത്തേക്ക് എത്തിച്ചത്. പ്രതിഷേധിച്ച SFIക്കാരോട് വി സി പ്രകോപനപരമായി ഇടപെട്ടതെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതോടുകൂടി പ്രതിഷേധം അത് അനിയന്ത്രിതമായ സാഹചര്യത്തിലേക്ക് തന്നെ പോകുകയും ചെയ്തു. പിന്നീട് SFIക്കാരെയൊക്കെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയായിരുന്നു. ആ നിലയിൽ വലിയ പ്രതിഷേധത്തിനാണ് തിരുവനന്തപുരം സാക്ഷിയായത്. ബി അശോക് കാർഷിക സർവകലാശാല വി സി ആണ്. 1ാം വർഷ വിദ്യാർത്ഥികളുടെ ഫീസാണ് ഈ നിലയിൽ കുത്തനെ വർദ്ധിപ്പിച്ചത്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം. വീണ്ടും നൃപനിലേക്ക് പോകാം. നൃപൻ, ഇപ്പോൾ പ്രതിഷേധക്കാർ അവർ മാർച്ചായി മുന്നോട്ട് നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എവിടേക്കാണ് ഇവർ നീങ്ങുന്നത്? തീർച്ചയായും ഈ പറയുന്ന പ്രകടനമായി മുന്നോട്ട് പോയി SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഭാഗത്തേക്ക് പ്രകടനം മുന്നോട്ട് പോയി. അതുവരെ മറ്റ് അതിക്രമങ്ങൾ ഉണ്ടാകാം എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ ഓഫീസിലേക്ക്, സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രകടനം അവസാനിച്ചു. അതുവരെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി വൈസ് ചാൻസലർക്കെതിരെ ശക്തമായ നിലപാടുമായിട്ടാണ് SFI പ്രവർത്തകരെത്തിയത്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അസിത പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ നേരത്തെ തന്നെ വി സി റെയിൽവേ സ്റ്റേഷനിലെത്തും എന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ SFI സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധിക്കാൻ അവിടെ ഒരുങ്ങിയെത്തിയിരുന്നു. അപ്പോൾ തന്നെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ SFI നേതാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുകൂടെ എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴേക്കും പോലീസ് പിൻവാങ്ങി. അതിനുശേഷമാണ് ബി അശോക് അവിടേക്ക് എത്തിയത്. അശോക് എത്തിയപ്പോൾ 2 ഭാഗത്തും, മെയിൻ ഗേറ്റിലും പുറത്തും നേരത്തെ തന്നെ പോലീസ് ഇരുഭാഗങ്ങളിലായി പ്രത്യേകിച്ച് ക്രമീകരണം ഒരുക്കിയിരുന്നു. പക്ഷേ ആദ്യം മെയിൻ ഗേറ്റിലൂടെ ഇറങ്ങാനുള്ള ശ്രമം പോലീസ് നടത്തി. അപ്പോഴേക്കും അവിടേക്കും വിദ്യാർത്ഥികൾ ഓടിയെത്തി. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വാഹനം കിടന്ന സ്ഥലത്തേക്ക് വഴിതെറ്റിച്ച് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള നീക്കം പോലീസ് നടത്തിയത്. പക്ഷെ വാഹനത്തിന് ഉള്ളിലേക്ക് കയറ്റുന്നതിനിടയിൽ SFI പ്രവർത്തകർ വീണ്ടും അവിടെ ഓടിയെത്തി. ആ ഘട്ടത്തിൽ അശോക് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ വാഹനത്തിന്റെ ഡോർ തുറന്ന് SFI മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞ് നിന്നു. അവരുടെ മുദ്രാവാക്യ വിളി കേട്ട് അവരോട് സംസാരിക്കാൻ മുതിരുന്ന തരത്തിൽ, പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ ബി അശോക് നിന്നു. തുടർന്നാണ് വിദ്യാർത്ഥികളുടെ പ്രകോപനം വർദ്ധിച്ചത്. വാഹനത്തിനുള്ളിലേക്ക് ചാടിക്കയറാനും വാഹനം പൂർണ്ണമായി തടയാനും SFI വിദ്യാർത്ഥികൾ ശ്രമിച്ചു. തുടർന്ന് പോലീസ് എന്തായാലും വ്യക്തമാണ് ആ നിലയിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. പോലീസിന്റെ വലിയ ഇടപെടലിലൂടെയാണ് SFI നേതാക്കളെ മാറ്റാനാകുകയും ചെയ്തത്. അതിനുശേഷമാണ് ചാൻസലർക്ക് കടന്നു പോകാനായത് എന്നുള്ളത് കൂടിയുണ്ട്. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് മേൽ അമിത ഭാരം ഈടാക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് SFIയുടെ വലിയ പ്രതിഷേധം ഉണ്ടായത്. 3 ഇരട്ടിയായാണ് ഫീസ് വർധനവ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് നൃപൻ ചക്രവർത്തി.